ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അധികം അങ്ങനെ ഓവറായിട്ട് മധുരമുള്ള ഒരു സ്നാക്കല്ല. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് റോബസ്റ്റ പഴമാണ് വേണ്ടത്. ഞാനൊരു 3 മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷുഗർ ഇവിടെ കാരമലൈസ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഈ കാരമലൈസ് ചെയ്യുമ്പോൾ ഈ ഷുഗർ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പഴത്തിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് എഗ്ഗാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 നുള്ള് കറുവപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്തപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ മുട്ടയുടെ കറക്റ്റായിട്ട് മിക്സ് ആവാത്ത ആ പോർഷനൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് ബ്രെഡ് ഒന്ന് മുക്കിയതിന് ശേഷം ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് ബ്രെഡ് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഈ ബാറ്ററിൽ ഇട്ട് വയ്ക്കരുത്, അപ്പോൾ ബ്രെഡ് കുതിർന്നു പോവും. ഇതിങ്ങനെ മുക്കിയെടുത്താൽ അപ്പം തന്നെ നമ്മൾ എടുത്തിട്ട് ഒരു പാനിൽ ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും റെഡിയാക്കി എടുക്കാം. ഈ ബ്രെഡിനുള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് ബനാനയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ഒറ്റൊരു ബ്രെഡിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു ബ്രെഡ് കൂടി മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതെങ്ങനെ കാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.